പെഗാസസ് ഫോൺ ചോർത്തൽ തന്നെയാണല്ലേ പ്രധാന വാർത്തകളിൽ. ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളിലും പ്രധാന വാർത്ത ഇത് തന്നെയാണ്, പ്രധാന തലക്കെട്ടത് തന്നെയാണ്. പെഗാസസ് ഫോൺ ചോർത്തൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. കേന്ദ്രമന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാക്കളുടെയും സുപ്രീം കോടതി ജഡ്ജിമാരുടെയും ഫോൺ ചോർത്തി എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. ഫോൺ ചോർത്തലിൽ പങ്കില്ലെന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിച്ചു. വിഷയം പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിക്കും. 16 മാധ്യമ സ്ഥാപനങ്ങൾ ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. നരേന്ദ്രമോദി മന്ത്രിസഭയിലെ 2 മന്ത്രിമാർ, 3 പ്രധാന പ്രതിപക്ഷ നേതാക്കൾ, സുപ്രീം കോടതി ജഡ്ജി, സുരക്ഷാ ഏജൻസി മേധാവികൾ, മുൻ മേധാവികൾ എന്നിവരുടെ ഫോണുകൾ ചോർത്തിയിരുന്നു എന്നാണ് വിവരം. മലയാളി മാധ്യമപ്രവർത്തകൻ ജെ ഗോപികൃഷ്ണന്റെ ഉൾപ്പെടെ 40ഓളം മാധ്യമപ്രവർത്തകരുടെ പേരുകളും ചോർത്തിയവരുടെ പട്ടികയിലുണ്ട്. ഇസ്രയേൽ കമ്പനിയായ NSO ഗ്രൂപ്പിന്റെ ചാര സോഫ്റ്റ്വെയർ പെഗാസസ് ഉപയോഗിച്ച് ചോർത്തൽ നടത്തിയെന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഇന്ത്യയിൽ നിന്നുള്ള ദ വയർ ഉൾപ്പെടെ നടത്തിയ അന്വേഷണത്തിൽ 300ഓളം നമ്പറുകൾ ചോർത്തലിന് വിധേയമായി എന്നാണ് കണ്ടെത്തൽ. ഫോൺ ചോർത്തൽ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. സർക്കാരിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ മറ്റൊരു വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടി അത്തരക്കാരെയൊക്കെ തന്നെ നിരീക്ഷണത്തിലാക്കുന്നതിന് വേണ്ടി അവരെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്ത കാര്യമാണ്. അങ്ങനെ പറഞ്ഞാൽ രാജ്യത്തിന് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ നടക്കപ്പെട്ടിരിക്കുന്നതെന്ന് സംശയം വേണ്ട. നമ്മുടെ രാജ്യത്തെ വഞ്ചിക്കുന്ന ഒരു വലിയ സമീപനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ ശക്തമായിട്ട് ഉന്നയിക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ്. പാർലമെന്റിനകത്തും പുറത്തും ഒക്കെ തന്നെ ഈ വിഷയം ഉന്നയിക്കാൻ. എന്നാൽ ഫോൺ ചോർത്തലിൽ പങ്കില്ലെന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിച്ചു. സർക്കാർ ഏജൻസികൾ അനധികൃതമായി ഫോൺ ചോർത്തൽ നടത്തിയിട്ടില്ലെന്നും ഇന്ത്യൻ ജനാധിപത്യത്തെയും ജനാധിപത്യ സ്ഥാപനങ്ങളെയും മോശമായി ചിത്രീകരിക്കുന്നതിനായാണ് നീക്കമെന്നും കേന്ദ്ര സർക്കാർ വാർത്താക്കുറിപ്പിൽ ആരോപിച്ചു. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. അതിനിടെ പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. ഫോൺ ചോർത്തൽ വിവാദം, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ, കാർഷിക നിയമങ്ങൾ എന്നിവ ഈ സമ്മേളനത്തെ പ്രക്ഷുബ്ധമാക്കും. എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ ഒരുക്കമാണെന്ന് സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. PV അബ്ദുൽ വഹാബ്, അബ്ദുൾ സമദ് സമദാനി എന്നിവർ ഇന്ന് MPമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് KP അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷെ, ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുന്നോടിയായി വലിയൊരു വിഷയമാണ് ഇന്നലെ വന്നിരിക്കുന്നത്, ഈ ഫോൺ ചോർത്തൽ സംബന്ധിച്ച്. അതിൽ 2 കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും ഈ വിഷയം തന്നെയാവില്ലേ മറ്റെല്ലാ ഇപ്പോൾ നിലനിൽക്കുന്ന വിഷയത്തിന് മേലെ ആദ്യം ഉയരുക? കിരൺ, ഇന്നലെ രാത്രിയോടുകൂടിയാണ് 16ഓളം വരുന്ന മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടത്. ഇതിൽ 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ഉള്ളവർ കിരൺ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുന്ന ആളുകളുടെ ഫോൺ വിവരങ്ങൾ ചോർത്തി എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ കേന്ദ്ര സർക്കാർ ഇന്നലെ തന്നെ ഇക്കാര്യങ്ങൾ നിഷേധിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. എന്തടിസ്ഥാനത്തിലാണ്, എന്ത് വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ മാധ്യമ സംഘങ്ങൾ വരും ദിവസങ്ങളിൽ ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടും എന്നാണ് മനസ്സിലാക്കുന്നത്. ഘട്ടം ഘട്ടമായാണ് വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ വിഷയമായി തന്നെ പ്രതിപക്ഷം ഇതിനെ ഉന്നയിക്കുമെന്നതിനും തർക്കമില്ല. ഇന്നലെ പ്രതിപക്ഷ നേതാക്കൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെച്ചത് ഈ വിഷയം സഭയിൽ ഉന്നയിക്കുമെന്നാണ്. പ്രത്യേകിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ അതീവ ഗൗരവമുള്ള വിഷയമാണിതെന്നും സഭയിൽ ഉന്നയിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഫോൺ ചോർത്തൽ വിവരം ഇന്ന് സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ ഉയർന്നു വരും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. കിരൺ. അഭിലാഷ്, അതുപോലെ തന്നെ ഈ കർഷക സംഘടനകൾ അവിടെ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സമരം പാടില്ല എന്ന നിലപാടിൽ നിൽക്കുകയാണ് പോലീസും സർക്കാരും. അത് സംബന്ധിച്ച ചർച്ചയും ഇന്ന് നടക്കുന്നുണ്ട്. എന്താവും ഈ കർഷകർ ഒരു നിശ്ചിത ആളുകൾ മാത്രം എന്നുള്ള സമരമല്ലേ അവരിപ്പോൾ ആസൂത്രണം ചെയ്യുന്നത്? കിരൺ, 22-ാം തീയതി മുതൽ പാർലമെന്റിന് മുന്നിൽ സമരം നടത്തുമെന്നാണ് കർഷകർ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി ഇന്നലെ കർഷക നേതാക്കളുമായി ഡൽഹി പോലീസ് ചർച്ച നടത്തിയിരുന്നു. അതീവ സുരക്ഷാ മേഖലയായ പാർലമെന്റിന്റെ പരിസരത്ത് പ്രതിഷേധം നടത്താൻ അനുവദിക്കില്ല എന്ന ഒരു നിലപാടിൽ തന്നെയാണ് ഡൽഹി പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വേദി മറ്റെവിടേക്കെങ്കിലും മാറ്റണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്നലെ കർഷകർ ഈ ആവശ്യം നിരസിക്കുകയാണ് ചെയ്തത്. 5 നേതാക്കൾ ഉൾപ്പെടെ 200ഓളം പേർ ഓരോ ദിവസവും പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിക്കും എന്നാണ് കർഷക സംഘടനകൾ പോലീസിന് നൽകിയിട്ടുള്ള വിവരം. അതോടൊപ്പം തന്നെ ഈ 200 പേരുടെ വിശദാംശങ്ങൾ കൃത്യമായി കർഷക സംഘടനകൾ കൈമാറും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്.
ഇപ്പോൾ മുൻകരുതൽ എന്ന നിലയിൽ ഡൽഹി മെട്രോയിലെ സ്റ്റേഷനുകളെ, പ്രത്യേകിച്ച് പാർലമെന്റിലേക്ക് വളരെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാവുന്ന സ്റ്റേഷനുകൾ വിജയ് ചൌക്ക്, രാജീവ് ചൌക്ക് ഉൾപ്പെടെ, വിജയ് ചൌക്ക്, പട്ടേൽ ചൌക്ക് ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ അടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകുകയും സുരക്ഷ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും ചർച്ച നടത്തുന്നുണ്ട് കർഷക സംഘടനകളുമായി. പക്ഷേ അതിൽ ഒരു തീരുമാനമാകുമോ എന്നതിൽ വ്യക്തതയില്ല. തീരുമാനം ആകുന്നില്ല എങ്കിലും തുടർ ചർച്ചകൾക്ക് തന്നെയാണ് ഇപ്പോൾ സാധ്യത കാണുന്നത്. കഴിയുന്നത്ര കർഷകരുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കുക എന്നത് തന്നെയാണ് ഡൽഹി പോലീസിന്റെ നീക്കം. എന്തായാലും ഒട്ടേറെ വിഷയങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ കയ്യിലുള്ളത് അല്ലെ, സർക്കാരിനെതിരെ ആയുധമാക്കാനായി. ഇന്ധനവില അടക്കമുള്ളതുണ്ട്. ഏറ്റവും ഒടുവിലായി പെഗാസസ് ഫോൺ ചോർത്തൽ അവസാനം പുതിയൊരു വിഷയം കൂടി എത്തിയിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് ലോക്ഡൌണിൽ കൂടുതൽ ഇളവുകൾ നിലവിൽ വന്നിരിക്കുകയാണ്. ട്രിപ്പിൾ ലോക്ഡൌൺ പ്രഖ്യാപിച്ച ഇടങ്ങളിലടക്കം ഇന്ന് കട തുറക്കാം. ബക്രീദ് പ്രമാണിച്ച് നൽകിയ ഇളവുകൾക്ക് പുറമെയാണിത്. TPR റേറ്റ് കുറഞ്ഞ ഇടങ്ങളിൽ ഇന്നു മുതൽ സിനിമാ ചിത്രീകരണവും അനുവദിക്കും. ജനത്തിരക്ക് വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് പോലീസ് പരിശോധനയും ശക്തമാക്കും. VV അരുൺ ചേരുകയാണ്. അരുൺ, ലോക്ഡൌണിൽ വലിയ ഇളവുകളാണ്. കടകളെല്ലാം തുറക്കാം. TPR കൂടുതലുള്ള ഇടങ്ങളിലടക്കം കടകൾ തുറക്കാം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വലിയൊരു തിരക്കിലേക്ക് തന്നെയായിരിക്കും കൊണ്ടുചെന്നെത്തുക. എന്തൊക്കെയായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ സാഹചര്യം എങ്ങനെയായിരിക്കും? ഇലക്ട്രോണിക് ഷോപ്പുകൾ, ഇലക്ട്രോണിക് റിപ്പയർ ഷോപ്പുകൾ, വീട്ടുപകരണങ്ങൾ വിൽക്കുന്ന കടകൾ എന്നിവയ്ക്കും ഇന്ന് A, B വിഭാഗങ്ങളിൽ, അതായത് കോവിഡ് നിരക്ക് ഉയർന്നിരിക്കുന്ന പ്രദേശങ്ങളിൽ കൂടി ഇത്തരം കടകൾ കൂടി തുറക്കാനാണ് ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ 5 ദിവസമാണ് അത്തരമൊരു ഇളവ് നൽകിയിരിക്കുന്നത്. രാവിലെ 7 മുതൽ 8 വരെ ഈ ഇവിടങ്ങളിൽ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഇതിനു പുറമെ ബക്രീദ് പ്രമാണിച്ചുള്ള ഇളവുകൾ ഇന്നലെ തുടങ്ങിയിരുന്നു. നാളെ വരെ അത് നീണ്ടു നിൽക്കും. അവിടെയും ഇത്തരത്തിൽ ബക്രീദ് ജനങ്ങൾക്ക് ആഘോഷിക്കാൻ അതിൻ്റെ ഭാഗമായുള്ള ഷോപ്പിങ്ങിനായുള്ള സൗകര്യങ്ങളാണ് സർക്കാർ ചെയ്തു നൽകുന്നത്. ഇവിടെ തുണിക്കടകൾ, ചെരുപ്പ് കടകൾ, ആഭരണക്കടകൾ, ഫാൻസി സ്റ്റോറുകൾ, വീട്ടുപകരണങ്ങൾ വിൽക്കുന്ന കടകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിൽക്കുകയും റിപ്പയർ ചെയ്യുന്ന കടകൾ, അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ തുടങ്ങിയവയ്ക്ക് ഈ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കാം. മൊത്തത്തിൽ സംസ്ഥാനത്തെ എല്ലാ സ്ഥലങ്ങളിലും വ്യാപകമായി കടകൾ തുറന്ന് പ്രവർത്തിക്കുകയാണ് ഇനിയുള്ള 5 ദിവസം. നാളെ ബക്രീദിൻ്റെ ഇളവ് നാളെ കഴിയും. പിന്നെയും വെള്ളിയാഴ്ച വരെ അത്തരത്തിൽ തുറന്ന് പ്രവർത്തിക്കും. അതിനനുസരിച്ചുള്ള തിരക്കുണ്ടാകുമെന്ന ആശങ്കയും പൊതുവിൽ ഉയർന്നു വരുന്നുണ്ട്. ഇന്നലെ തന്നെ പലയിടത്തും വലിയ തിരക്ക് അനുഭവപ്പെട്ടു. പോലീസിൻ്റെ കൂടുതൽ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ശക്തമായ പരിശോധനയ്ക്ക് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ പോലീസ് മേധാവി ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശത്തിൽ തിരക്ക് ഒരു കാരണവശാലും അനുവദിക്കരുത്. ആളുകൾ അവർ കൃത്യമായ ഇടവേളകളിൽ വന്ന് സാധനം വാങ്ങി തിരിച്ചു പോകണമെന്ന നിർദ്ദേശമാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇല്ലെങ്കിൽ വലിയ രീതിയിൽ കോവിഡ് വ്യാപനം വീണ്ടും ഉയരുമെന്ന ആശങ്കയുണ്ട്. ഇളവുകൾ നൽകണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട, സമ്പൂർണ്ണ അടച്ചിൽ വേണ്ടെന്ന് ആദ്യം ആവശ്യപ്പെട്ട IMA പിന്നീട് ഇളവുകൾ നൽകുമ്പോൾ സർക്കാർ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ഇത്തരത്തിൽ വിപുലമായ ഇളവുകൾ നൽകിയാൽ അത് വീണ്ടും രോഗവ്യാപനം വർദ്ധിപ്പിക്കുമെന്ന ആശങ്കയാണ് അവർ മുന്നോട്ട് വച്ചത്. സിനിമാ ചിത്രീകരണം അടക്കമുള്ളവ ആരംഭിക്കാൻ സർക്കാർ ഇന്നു മുതൽ അനുമതി നൽകിയിട്ടുണ്ട്. പക്ഷേ സിനിമാ മേഖല കുറച്ചുകൂടി സൂക്ഷ്മമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അവർ പ്രത്യേകിച്ച് അവർക്കായുള്ള സിനിമാ ചിത്രീകരണത്തിന് വേണ്ടിയുള്ള കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ അവർ തയ്യാറാക്കും. അതിനുശേഷം മാത്രമേ ഷൂട്ടിംഗ് ആരംഭിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇളവുകൾ കൂടുന്തോറും സംസ്ഥാനത്ത് ആശങ്കയും വർദ്ധിക്കും. ഇന്ന് മുതൽ 5 ദിവസം വിപുലമായ ഇളവുകളാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. അരുണേ, ഇന്നലെ ഇളവുകൾ നൽകിയപ്പോൾ തന്നെ സംസ്ഥാനത്തെ പല കടകളിലും തിരക്ക് ആരംഭിച്ചിരുന്നു. തിരുവനന്തപുരത്തും അങ്ങനെ തന്നെ ആയിരുന്നോ? അത്തരത്തിലേക്ക് ഒരു പെരുന്നാളിൻ്റെ തിരക്കിലേക്ക് ആ നഗരവും മാറിക്കഴിഞ്ഞു? എല്ലായിടത്തും വലിയ തിരക്ക് തന്നെയാണ്. കാരണം വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് എല്ലാ കടകളും തുറന്ന് പ്രവർത്തിക്കുന്നത്. ഇന്നലെ അവധി ദിവസമായിരുന്നു. ഇന്ന് കുറച്ചുകൂടി തിരക്കുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും ചാല പോലുള്ള കമ്പോളങ്ങളിലും മറ്റും. കാരണം 2 ദിവസത്തിനപ്പുറം ബക്രീദ് വരികയാണ്. അതിനുള്ള സ്വാഭാവികമായും അതിന് ജനങ്ങൾ പുറത്തിറങ്ങി ഷോപ്പിംഗ് നടത്തും. അതിനുള്ള തിരക്കുകൾ ഉണ്ടാകും. അത് തുണിക്കടകളിലുമൊക്കെ വലിയ തിരക്ക് ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് തടയാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ പോലീസും ഏർപ്പെടുത്തുന്നുണ്ട്. പോലീസും വലിയ കരുതലോടെയാണ് കാര്യങ്ങൾ കാണുന്നത്. കാരണം കോഴിക്കോടൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് ഒരു പാഠമായി എടുത്തുകൊണ്ട് ആ തിരക്ക് തലസ്ഥാന ജില്ലയിൽ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ പോലീസ് സ്വീകരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഒരു 10 മണിയോടുകൂടി തിരക്കിൻ്റെ കൃത്യമായ ചിത്രം ഏത് തരത്തിലാകും ഇവിടുത്തെ ജനങ്ങൾ ഇതിനോട് പ്രതികരിക്കുക എന്നത് അറിയാൻ കഴിയും. തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, മാർക്കറ്റുകളിലെല്ലാം വലിയ ജനത്തിരക്കായിരുന്നു സാധനങ്ങൾ വാങ്ങാനായി. ജനങ്ങളെയും ഒരു പരിധിക്കപ്പുറം നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. എല്ലാവരും ഒരുപാട് നാൾ അടച്ചിരുന്നതാണ്. പല ആവശ്യങ്ങൾ, ചെറിയ ആവശ്യങ്ങൾ മുതൽ ഇപ്പോൾ ഫാൻസി സ്റ്റോറിൽ പോകേണ്ട ആവശ്യങ്ങൾ കാണും, നമുക്ക് തുണിക്കടയിൽ പോകേണ്ട ആവശ്യം കാണും. ഇതെല്ലാം പെട്ടെന്നൊരു ദിവസം തുറക്കുമ്പോൾ എങ്ങനെ ഇനി അടയ്ക്കുമോ എന്നൊരു ഭയം കൂടി ജനത്തിലുണ്ട്. ഇളവുകൾ നൽകിയത് അനവസരത്തിലാണ് എന്നാണ് IMA പറയുന്നത്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇളവുകൾ നൽകിയാൽ അത് IMA തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇളവുകൾ നൽകണം എന്നും
ഉന്നയിച്ചത്. നമ്മൾ ആ ഇളവൽ ഒരു പറഞ്ഞത് നൽകണം, പക്ഷെ അത് ഇത്തിരി കൂടിപ്പോയി. അതെ, നമുക്ക് സ്വയം ഒരു നിയന്ത്രണം നമുക്ക് കൊണ്ടുവരാം കോവിഡിനെ പ്രതിരോധിക്കാൻ എന്നതല്ലാതെ ഇവിടെ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോയാൽ, ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിവാദത്തിൽ അഭിപ്രായ ഐക്യമുണ്ടാക്കാൻ UDF നേതാക്കൾ ഇന്ന് ആശയവിനിമയം നടത്തിയേക്കും. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും അടക്കമുള്ള ഘടകകക്ഷികളുമായി വിഷയം ചർച്ച ചെയ്ത് സർക്കാരിന് നിർദ്ദേശം സമർപ്പിക്കാനാണ് നീക്കം. ഡൽഹിയിലുള്ള KPCC പ്രസിഡന്റ് K. സുധാകരനും മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തും. UDF നിലപാട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പായി KPCC രാഷ്ട്രീയകാര്യ സമിതി ചേർന്ന് വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. മുസ്ലിം സംഘടനകൾ ഒന്നായി സർക്കാർ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും മുന്നണിക്കുള്ളിൽ അഭിപ്രായ ഐക്യമുണ്ടാകാത്തത് മൂലം UDF പൊതുനിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയത്തിൽ മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു ചേർക്കാൻ സമസ്ത തീരുമാനം. ഈ ആഴ്ചയിൽ തന്നെ യോഗം വിളിച്ചു ചേർക്കുമെന്ന് സമസ്ത സംവരണ സമിതി നേതാക്കൾ അറിയിച്ചു. ഹൈക്കോടതിയിൽ വിഷയം അവതരിപ്പിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്ന പാലൊളി മുഹമ്മദ് കുട്ടിയുടെ പ്രസ്താവന സംഘടനയുടെ നിലപാടുകളെ ശരിവയ്ക്കുന്നതാണെന്നാണ് സമസ്ത നേതാക്കളുടെ വിലയിരുത്തൽ. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയത്തിൽ തീരുമാനവുമായി സർക്കാർ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്ത് ഭാവി പരിപാടികൾ ചർച്ച ചെയ്യാനുള്ള സമസ്ത തീരുമാനം. യോഗം വിളിക്കാനുള്ള സമസ്ത സംവരണ സമിതിയുടെ തീരുമാനത്തിന് പണ്ഡിതസഭ അനുമതി നൽകി. സമസ്ത AP വിഭാഗം യോഗത്തിൽ പങ്കെടുക്കാമെന്ന് ഇതിനകം അറിയിച്ചിട്ടുണ്ട്. മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ ഇതര സംഘടനാ നേതാക്കളെ കൂടി പങ്കെടുപ്പിച്ച് ഈ ആഴ്ച തന്നെ യോഗം നടത്താനാണ് തീരുമാനം. യോഗത്തിലേക്ക് മുസ്ലിം ലീഗ് പ്രതിനിധികളെ വിളിക്കില്ല. വിഷയത്തിന് രാഷ്ട്രീയം നിറം വന്നാൽ സർക്കാരിന് പ്രതിരോധം എളുപ്പമാകുമെന്ന് കൂടി കണ്ടാണ് ഇത്. സർക്കാർ തീരുമാനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതുൾപ്പെടെ യോഗം ചർച്ച ചെയ്യും. സർക്കാരുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന കാന്തപുരം വിഭാഗത്തെ കൂടി ഒപ്പം നിർത്തിയുള്ള നീക്കം പ്രതിഷേധത്തിന് കൂടുതൽ കരുത്തു പകരുമെന്ന് സമസ്ത നേതാക്കൾ കരുതുന്നു. കേസ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ സർക്കാർ എടുത്ത നിലപാടിലെ വീഴ്ചയുൾപ്പെടെ മുസ്ലിം സംഘടനകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിനെ ശരിവെക്കുന്ന തരത്തിൽ പാലൊളി മുഹമ്മദ് കുട്ടി തന്നെ നിലപാടെടുത്തത് നീക്കങ്ങൾക്ക് കരുത്തു പകരുമെന്ന് സമസ്ത നേതാക്കൾ കരുതുന്നു. നേരത്തെ CPM നേതാക്കളായ MA ബേബിയും MV ജയരാജനും കോടതി വിധിയെ എതിർത്ത് രംഗത്തെത്തിയിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് AP വിഭാഗത്തെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ച് സമസ്തയുടെ മുൻകൈയിൽ ഇത്തരമൊരു നീക്കം ആദ്യമായാണെന്ന പ്രത്യേകതയുമുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ അർജുൻ ആയങ്കിയുടെ സുഹൃത്ത് ആകാശ് തില്ലങ്കേരിയെ കസ്റ്റംസ് ഇന്ന് ചോദ്യം ചെയ്യും. അർജുൻ ഉൾപ്പെടെ കണ്ണൂർ സ്വർണ്ണക്കടത്ത് സംഘത്തിൽ ആകാശിന് പങ്കുണ്ടെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. ആകാശിന്റെ കണ്ണൂരിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസം കസ്റ്റംസ് റെയ്ഡ് നടത്തിയിരുന്നു. റെയ്ഡ് വിവരം മനസ്സിലാക്കിയ ഇയാൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബ് വധക്കേസിലെ പ്രതി കൂടിയാണ് ആകാശ് തില്ലങ്കേരി. TP വധക്കേസിലെ പ്രതി മുഹമ്മദ് ഷാഫി അടക്കമുള്ളവരും ആകാശിനെതിരെ മൊഴി നൽകിയെന്നാണ് സൂചനയുള്ളത്. സ്വർണ്ണക്കടത്ത് കേസിൽ റിമാൻഡിൽ കഴിയുന്ന അർജുൻ നായകിയുടെ ജാമ്യാപേക്ഷയും ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. കള്ളക്കടത്തിൽ തനിക്ക് പങ്കുണ്ടെന്ന് തെളിയിക്കാനുള്ള രേഖകൾ കസ്റ്റംസിനില്ലെന്നാണ് അർജുൻ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ആയങ്കിക്ക് അന്തർ സംസ്ഥാന കള്ളക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്നാണ് കസ്റ്റംസ് വാദം. അർജുൻ ഉൾപ്പെട്ട കള്ളക്കടത്ത് സംഘത്തിനെതിരെ അന്വേഷണം തുടരുകയാണെന്നും ജാമ്യം നൽകരുതെന്നും കസ്റ്റംസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ജോസ് കെ മാണിയുടെ തെരഞ്ഞെടുപ്പ് തോൽവി അന്വേഷിക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ CPM കോട്ടയം ജില്ലാ കമ്മിറ്റി ഇന്ന് യോഗം ചേരും. അന്വേഷണം വേണമെന്ന വിഷയത്തിൽ ജോസ് കെ മാണി ഉറച്ചു നിൽക്കുമ്പോഴും CPM ജില്ലാ നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ താൽപ്പര്യമില്ല. BJP വോട്ടുകൾ UDFിലേക്ക് ചോർന്നതാണ് തോൽവിക്ക് കാരണമെന്നാണ് ജില്ലയിലെ മുതിർന്ന CPM നേതാവ് VN വാസവൻ ആവർത്തിക്കുന്നത്. CPM വോട്ടുകളും ചോർന്നിട്ടുണ്ട്. തോൽവിക്ക് കാരണം ഇതുകൂടിയാണ്. പാലായിലെ തോൽവി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട ജോസ് കെ മാണി CPM സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ പറയുന്നത് ഇതാണ്. പരാതി പരിഗണിച്ച CPM നേതൃത്വം ജില്ലാതലത്തിൽ അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ CPM വോട്ട് ചോർന്നുവെന്ന അഭിപ്രായം ജില്ലയിലെ നേതാക്കൾക്കില്ല. BJPയുടെ വോട്ട് ചോർച്ചയാണ് തോൽവിക്ക് കാരണമെന്ന് CPM നേതാക്കൾ ആവർത്തിക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ BJPക്ക് വോട്ട് നഷ്ടപ്പെട്ട അല്ലെ കുറഞ്ഞ ജില്ല കോട്ടയമാണ്. 86,000 വോട്ട് കഴിഞ്ഞതിൽ നിന്ന് അവർക്ക് കുറവ്. അപ്പോൾ ഇത് കൃത്യമായി കണ്ടെത്തിയ കാര്യമാണ്. തോൽവി അന്വേഷിക്കുമെന്ന CPM സംസ്ഥാന നേതൃത്വം പറയുമ്പോഴും ഇക്കാര്യത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കാനാണ് കോട്ടയം ജില്ലയിലെ പാർട്ടി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷം മാത്രമേ അന്വേഷണം ഉണ്ടാകുമോ എന്ന് പറയാനാകൂ. ജില്ലാ കമ്മിറ്റി കൂടാൻ പോകുന്നേ ഉള്ളൂ. അത് കൂടിക്കഴിഞ്ഞിട്ട് പറയാം. ജോസിന് വേണ്ടി അന്വേഷണം നടത്തി വോട്ടുകൾ ചോർന്നു എന്ന് വന്നാൽ അത് പ്രാദേശിക തലത്തിൽ പ്രശ്നത്തിന് കാരണമാകുമെന്ന് CPM നേതാക്കൾ വിലയിരുത്തുന്നുണ്ട്. ജോസ് കെ മാണി വിരുദ്ധ വികാരവും പാലായിലെ തോൽവിക്ക് കാരണമായി CPM നേതാക്കൾ വിലയിരുത്തുന്നു. ന്യൂസ് 18 കോട്ടയം. അമ്പലപ്പുഴയിൽ G. സുധാകരനെതിരെ ഉയർന്ന ആരോപണങ്ങൾ പരിശോധിക്കുന്നതിനായുള്ള CPM കമ്മീഷൻ 25-ന് ജില്ലയിലെത്തും. എളമരം കരീം, KJ തോമസ് എന്നിവരാണ് കമ്മീഷൻ അംഗങ്ങൾ.
തെരഞ്ഞെടുപ്പിൽ വികസന രേഖ ഇറക്കിയില്ല എന്ന ജി സുധാകരനെതിരെയുള്ള ആരോപണം ശരിയല്ലെന്നും തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള സെക്രട്ടറിക്കാണ് അതിന്റെ ഉത്തരവാദിത്തമെന്നും ജില്ലാ സെക്രട്ടറി ആർ നാസർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വ്യക്തമാക്കി. അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പരാതി സംബന്ധിച്ച അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള ആദ്യ ജില്ലാ കമ്മിറ്റി യോഗമാണ് ഇന്നലെ ചേർന്നത്. CPM സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി A. വിജയരാഘവൻ, തോമസ് ഐസക്, വൈക്കം വിശ്വൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗം അന്വേഷണ കമ്മീഷൻ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്തു. അമ്പലപ്പുഴയിലെ ആരോപണങ്ങൾ പരിശോധിക്കാൻ തയ്യാറായ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നതായി AMRF MP കമ്മിറ്റിയിൽ പറഞ്ഞു. ജി സുധാകരനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന K. പ്രസാദ് റിപ്പോർട്ട് അവതരണ വേളയിൽ പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് വികസന രേഖ എന്തുകൊണ്ട് മണ്ഡലത്തിൽ ഇറക്കിയില്ല എന്ന മറുചോദ്യത്തിന് ജി സുധാകരനല്ല വികസന രേഖ ഇറക്കേണ്ടതെന്ന മറുപടിയുമായി ജില്ലാ സെക്രട്ടറി ആർ നാസർ തന്നെ രംഗത്തെത്തി. വികസന രേഖ ഇറക്കേണ്ടത് അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണെന്നും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിക്കാണ് ഉത്തരവാദിത്തമെന്നും നാസർ പറഞ്ഞു. കമ്മിറ്റിയിലുടനീളം ജി സുധാകരൻ മൗനം പാലിച്ചു. തെരഞ്ഞെടുപ്പ് റിവ്യൂ റിപ്പോർട്ടിന് പുറമെ നൂറനാട് പടനിലം സ്കൂളിലെ നിയമനവുമായി ബന്ധപ്പെട്ട പണമിടപാട് നടന്നുവെന്ന ആരോപണത്തിൽ വിശദീകരണം തേടാനും യോഗത്തിൽ തീരുമാനമായി. ജില്ലാ സെക്രട്ടറി അംഗം K. രാഘവൻ, ചാരമൂട് ഏരിയ സെക്രട്ടറി രഘു, സ്കൂൾ മാനേജർ മനോഹർ എന്നിവരോടാണ് വിശദീകരണം തേടുക. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. വീട് ജപ്തി ഭീഷണിയിൽ, എന്നിട്ടും വീൽചെയറിലെത്തുന്നുണ്ട് സ്നേഹം. ചൂളമടിയിലെ ശ്രുതിയും സംഗീതവും. വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. മനുഷ്യൻ കുടിയേറുന്ന പുതിയ ലോകങ്ങൾ. പക്ഷിജാലം പറന്നിറങ്ങുന്ന പുതിയ ശിഖരങ്ങൾ. പേടിച്ചു പലായനം ചെയ്യുന്ന ജീവിവർഗം. പുതിയ കുളമ്പടി ഒച്ചകളുമായി ലോകം ഈ ആഴ്ച എല്ലാ വ്യാഴാഴ്ചയും രാത്രി 9:30. സ്പെഷ്യൽ ട്രെയിൻ, സ്പെഷ്യൽ മീൽസ്, സ്പെഷ്യൽ ഓർഡർ. കുറ്റപരിഹാരം തന്നെ ഇവിടെ ഇല്ല. നമുക്ക് മറ്റ് വാർത്തകൾ, ഇന്നത്തെ മറ്റ് പ്രധാന വാർത്തകൾ കൂടി നോക്കാം. GCDAയുടെ കുടിയൊഴിപ്പിക്കലിനെ തുടർന്ന് 4 ദിവസമായി മറൈൻ ഡ്രൈവിലെ കടയുടെ സമീപം താമസിച്ചിരുന്ന പ്രസന്നകുമാരിക്ക് ഇന്ന് കടയ്ക്കുള്ളിൽ വീണ്ടും പ്രവേശിക്കാം. പ്രവാസി വ്യവസായി യൂസഫ് അലി പ്രസന്നയുടെ വാടക കുടിശ്ശികയായ 9 ലക്ഷം രൂപ ഇന്ന് GCDAയിൽ കെട്ടിവയ്ക്കും. കട നവീകരണത്തിനായി 2 ലക്ഷം രൂപ കൂടി നൽകുമെന്ന് യൂസഫ് അലി അറിയിച്ചിട്ടുണ്ട്. GCDAയുടെ ഒഴിപ്പിക്കലിനെ തുടർന്ന് പൂട്ടിയിട്ട കടയുടെ അരികിൽ 4 ദിവസമായി താമസിച്ചു വന്ന പ്രസന്നകുമാരിയുടെ ദൈന്യത ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നത്. ഇതേ തുടർന്ന് സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്ന് സഹായ വാഗ്ദാനങ്ങളുടെ പ്രവാഹമായിരുന്നു. പ്രസന്നയുടെ പുനരധിവാസത്തിനായി കൊച്ചിയിലെ വ്യാപാരികൾ കൂട്ടായ്മ രൂപീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മുഴുവൻ കടബാധ്യതയും MA യൂസഫ് അലി ഏറ്റെടുത്തത്. പണം നൽകാൻ തയ്യാറായി ലുലു ഗ്രൂപ്പ് മീഡിയ കോർഡിനേറ്റർ NB സുരാജ് സ്ഥലത്തെത്തുകയും ചെയ്തു. അവധി ദിനമായതിനാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാവില്ലെന്ന് അധികൃതർ അറിയിച്ചതോടെ പണമടയ്ക്കുന്നത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. പിഴപ്പലിശ കുറയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങൾക്കായി ഇടപെടുമെന്ന് TJ വിനോദ് MLA അറിയിച്ചു. പ്രസന്നയുടെ വാടക കുടിശ്ശിക മുഴുവൻ അടച്ച ശേഷം കടയുടെ നവീകരണത്തിനായി 2 ലക്ഷം രൂപ കൂടി നൽകുമെന്നും MA യൂസഫ് അലി അറിയിച്ചിരുന്നു. മാനസിക ദൗർബല്യമുള്ള മകളുടെ സംരക്ഷണത്തിനായി ഹൈക്കോടതിയാണ് തറവാടക മാത്രം നിശ്ചയിച്ച് പ്രസന്നകുമാരിക്ക് മറൈൻ ഡ്രൈവിൽ കച്ചവടത്തിനായി ഇടം അനുവദിച്ചത്.
പ്രളയത്തിനും കോവിഡിനുമൊപ്പം മകളും മരുമകനും അപകടത്തിൽപ്പെട്ടതോടെ സാമ്പത്തികമായി ഈ കുടുംബം പ്രതിസന്ധിയിലാവുകയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. ഏത് ദുരിതത്തിലും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട് എല്ലാ കാലത്തും നമ്മുടെ സമൂഹത്തിൽ. അത്തരത്തിലൊരാളാണ് തിരുവനന്തപുരം പാറശാല സ്വദേശി രാജൻ. കോവിഡ് കാലത്ത് ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് രാജൻ സൗജന്യമായി ഭക്ഷണ കിറ്റുകൾ എത്തിക്കുകയാണ്. വീൽചെയറിലിരുന്നാണ് രാജൻ ഇങ്ങനെ ഭക്ഷണ കിറ്റ് എത്തിക്കുന്നത്. സ്വന്തം വീട് ജപ്തി ഭീഷണി നേരിടുമ്പോഴാണ് രാജൻ നന്മ നിറഞ്ഞ ഈ പ്രവൃത്തികൾ തുടരുന്നത്. പതിനെട്ട് വയസ്സിലാണ് എനിക്ക് ഈ അസുഖം വന്നത്. കാലിൽ നീര് വരുന്നതാണ് ഞാൻ കിടപ്പിലായത്. ആ സമയത്ത് എൻ്റെ അമ്മയോ പപ്പയോ ഒന്നും ആരും ഇല്ലായിരുന്നു എന്നെ സഹായിക്കാൻ. ആ സഹായം ഇല്ലാതെ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ കിടപ്പിലായി. അങ്ങനെ എൻ്റെ മാമൻ ഇവിടെ എനിക്കൊരു ചെറിയൊരു വീട് വെച്ച് തരികയും അവിടെ നിന്നും ഒരു ചെറിയൊരു കട തുടങ്ങി, മുറുക്കാൻ കട പോലെ തുടങ്ങി. കയ്യിൽ ഭക്ഷ്യക്കിറ്റുകളുമായി വീൽചെയറിലിരുന്ന രാജൻ ചെന്നടുക്കുന്നത് നന്മ പറ്റാത്ത ലോകത്തിലേക്കാണ്. ഓരോരുത്തരും വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോരുത്തർ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുകയും ഞാൻ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുകയും കൊറോണ വന്ന സമയത്ത് ഓരോ വീട്ടിലും മരുന്ന് വാങ്ങിച്ചു കൊടുക്കുകയും കിറ്റ് കൊടുക്കുകയും മറ്റുള്ള സഹായങ്ങളൊക്കെ ചെയ്യാൻ. കോവിഡ് ബാധിതരുടെയും ക്വാറന്റീനിൽ കഴിയുന്നവരുടെയും വീടുകൾക്ക് മുന്നിൽ ഈ വീൽ ചെയർ എത്താത്ത ഒരു ദിവസം പോലും ഉണ്ടാകില്ല. നാട്ടുകാർ നൽകുന്ന സാമ്പത്തിക സഹായം കൊണ്ടാണ് ഭക്ഷ്യക്കിറ്റുകളും മരുന്നും വാങ്ങുന്നത്. പിന്നെ വീൽ ചെയറിൽ കിലോമീറ്ററുകൾ താണ്ടിയുള്ള യാത്രയാണ്. ആകെയുള്ളത് വീടിരിക്കുന്ന 2.5 സെന്റ് സ്ഥലമാണ്. കച്ചവടത്തിനായി എടുത്ത വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയതോടെ അതും ജപ്തി ഭീഷണിയിലായി. എന്നാൽ ഈ പ്രതിസന്ധികളൊന്നും രാജന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നില്ല. നമ്മളെക്കാട്ടിയും ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എന്നിൽ നിന്നും ഒരുപാട് ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്. അവരെ സഹായിക്കുക എന്നുള്ളതാണ്. ബീലാങ് കോർപ്പറേഷനിൽ നിന്നും ഫെഡറൽ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്ത് ഒരു റിക്കവറി സമയമാണ് ഇപ്പോൾ. വീടും സ്ഥലവും ജപ്തിയുടെ വക്കിൽ നിൽക്കുമ്പോഴും നന്മ നിറച്ച മനസ്സുമായി ഈ മനുഷ്യൻ തന്റെ യാത്ര തുടരുകയാണ്. പരിമിതികളെല്ലാം മറികടന്നും പുതിയ ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടും. തിരുവനന്തപുരത്തു നിന്നും ഹരിവിതുരയ്ക്കൊപ്പം SS ശരൺ, ന്യൂസ് 18. കിരൺ, ചൂളമടിക്കാറുണ്ടോ? തിയേറ്ററുകളിലിരുന്ന് ചൂളമടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, അത് ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഒരു സംഗീതം പോലെ ആക്കാൻ. അതെ, തീർച്ചയായും. അത്തരത്തിൽ ഒരു പ്രത്യേക കഴിവുള്ള ഒരാളെയാണ് ഇനി പരിചയപ്പെടുത്തുന്നത്. കായംകുളംകാരിയായ സംഗീത. അതെ, സംഗീത രംഗത്ത് വേറിട്ട സാന്നിധ്യമാവുകയാണ്. രാമപുരം ശ്രുതിലയത്തിൽ ശ്രുതി അശോകനാണ് ചൂളമടിയുമായി നേട്ടങ്ങളുടെ കൊടുമുടി കയറുന്നത്. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവ സ്വന്തമാക്കിയ ശ്രുതി ഇപ്പോൾ ചൂളമടിച്ച് ഗിന്നസ് ബുക്കിലും കയറി പറ്റുകയാണ്. ചൂളമടിയെ നേരം പോക്കും തമാശയുമാക്കാതെ ഒരു കലാരൂപമായി വികസിപ്പിച്ചാണ് കായംകുളം രാമപുരം കൊച്ചുമഠത്തിൽ ശ്രുതിലയത്തിൽ ശ്രുതി അശോക് ശ്രദ്ധ നേടുന്നത്. കുഞ്ഞുനാൾ മുതൽ മനസ്സിലടക്കി നിർത്തിയ ചൂളമടിപ്പാട്ട് 4 വർഷം മുൻപ് ശബ്ദസംഗീതമായി മാറിയതോടെ നേട്ടങ്ങളും പിന്നാലെ വന്നു തുടങ്ങി. ഗിന്നസിൽ ഇടം പിടിച്ചതിനൊപ്പം ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയാണ് ഇതിനോടകം സ്വന്തമാക്കിയത്. കുട്ടിക്കാലം മുതലേ ചൂളമടിച്ച് പാട്ടുപാടിയിരുന്നു. പാട്ടറിയാവുന്നതുകൊണ്ട് പാട്ടുപാടി ഓരോ പാട്ടുകളായിട്ടാണ് വിസിൽ ചെയ്തുകൊണ്ടിരുന്നത്. പ്രായമുള്ളവർ പണ്ടേ അത് എതിർത്തിരുന്നു. പിന്നീട് അതിങ്ങനെ രഹസ്യമായി ആരും അറിയാതെ ഇങ്ങനെ വിസിലടിച്ച് പാട്ടുപാടാനൊക്കെ തുടങ്ങി. കല്യാണശേഷം കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ് കല്യാണശേഷമാണ് ഈ വിസിലിംഗ് അസോസിയേഷനെ കുറിച്ച് അറിയാൻ സാധിച്ചത്. അവർ സെലക്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഒരു സ്വകാര്യ ചാനൽ ഷോയിലൂടെയാണ് ഗിന്നസ് എന്ന തലത്തിലേക്ക് എത്താൻ സാധിച്ചത്. അത് ഈ വിസിലിങ്ങിലാണ് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. വിസ്ലിംഗ് അസോസിയേഷന്റെ 1000 പേരെ അണിനിരത്തിയുള്ള ചൂളമടിപ്പാട്ടിന്റെ ഭാഗമാകാനുള്ള തയ്യാറെടുപ്പുകളും നടന്നുവരികയാണ്.
വിവാഹിതയായതോടെ ഭർത്താവ് സൂരജിൽ നിന്നുള്ള പ്രോത്സാഹനമാണ് ചൂളമടിപ്പാട്ട് പരസ്യമാക്കാൻ ഇടയായത്. കൂട്ടുകാരുടെ സദസ്സുകളിലൂടെ ചൂളമടിപ്പാട്ടുകൾ പുറം ലോകമറിഞ്ഞു. പിന്നീട് വിസ്ലേഴ്സ് അസോസിയേഷനിൽ ചേർന്നത് കഴിവിനെ തേച്ചുമിനുക്കാൻ സഹായകമായി. മുതലാണ് രംഗത്ത് സജീവമായത്. വിസ്ലിംഗ് അസോസിയേഷനൊപ്പമാണ് ശ്രുതി പരിപാടികളിൽ പങ്കെടുക്കുന്നത്. ചൂളമടിപ്പാട്ടിൽ കുട്ടികൾക്ക് പരിശീലനവും നൽകുന്നുണ്ട്. പ്രശസ്തരായ ഗായകർക്ക് മുന്നിൽ അവർ പാടിയ പാട്ടുകൾ ചൂളമടിച്ച് അവതരിപ്പിക്കണമെന്ന ആഗ്രഹമാണ് ഇനി ബാക്കിയുള്ളത്. നമ്മുടെ ചിഹ്നം തീപ്പെട്ടി കുത്തു കുത്തു, നമ്മുടെ ലീഡർ സുഗുണണ്ണൻ കുത്തു കുത്തു, സുഗുണണ്ണൻ ഇഷ്ടപാനീയം ചിക്കു ചിക്കു, അമ്പിളി ചേച്ചി അമ്മച്ചി. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഒരു യൂട്യൂബർ ശ്രീകാന്ത് വെട്ടിയാരത്തും ഇടവേള കഴിഞ്ഞ്. ഒരു അതിഥി ചേരുകയാണ്. ഒരിക്കൽ കലാജീവിതത്തോട് ഗുഡ് ബൈ പറഞ്ഞ് പ്രവാസ ജീവിതം സ്വീകരിച്ച ഒരു ചെറുപ്പക്കാരൻ അവിടുന്ന് ജോലി രാജിവെച്ച് നിലയില്ലാ കയത്തിലേക്ക് ഒരു എടുത്തുചാട്ടം. ഇപ്പോൾ മലയാളികൾക്ക് പ്രിയപ്പെട്ട യൂട്യൂബറാണ്. രാഷ്ട്രീയപരമായ നിലപാടുകൾ തുറന്നു പറയാൻ മടിയില്ലാത്ത കൊമേഡിയൻ ശ്രീകാന്ത് വെട്ടിയാരാണ് ഇന്ന് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത്. ശ്രീകാന്ത്, സ്വാഗതം ന്യൂസ് 18 ഗുഡ് മോർണിംഗിലേക്ക്. നമസ്കാരം. ഇത്രയൊക്കെ സ്വാഗതം പറഞ്ഞാൽ മതിയോ? ഞങ്ങൾ ഇത്ര വലിയ ഇൻട്രോ ഒക്കെ പറഞ്ഞു ശ്രീകാന്ത് കൗണ്ടർ അടിക്കുന്നതിൽ ബെസ്റ്റ് ആയ ഒരാളാണ്. പ്രൊഫഷണൽ ചളിയൻ എന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത് സ്വപ്നം കാണുന്ന ഒരു യൂട്യൂബർ ആണ് അല്ലേ? അതെ അതെ അതെ. ശ്രീകാന്തിന്റെ ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞപ്പോ തന്നെ ഗോപികൃഷ്ണൻ പറഞ്ഞത് ഇങ്ങോട്ട് കൗണ്ടർ അടിക്കാതെ സൂക്ഷിച്ചോടെ നിങ്ങളെന്നാ പറഞ്ഞത്. അതെ അതെ, ഞങ്ങൾ കുറച്ച് കൗണ്ടറൊക്കെ ശരിയായിക്കൊണ്ട് വന്നതാ. കളഞ്ഞേക്കാം. എന്തായാലും എനിക്ക് തോന്നുന്നു ശ്രീകാന്തിന്റെ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീകാന്ത് ഒരുപാട് സിനിമകളുടെ സ്പൂഫുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും അല്ലെങ്കിൽ ശ്രീകാന്തിന്റെ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് KGF സ്പൂഫ് തന്നെയായിരിക്കും. നമുക്ക് അത് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരാം. പേപ്പേഴ്സ് എടുക്കും, ഈ ബുക്ക് എടുക്കും, ആ ചായ എടുക്കരുത്, അതെന്റെ. ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫ്രം യു. ആരായിരുന്നു ആ വ്യക്തി? അയാൾ വില്ലനായിരുന്നോ അതോ നായകനായിരുന്നു? കാലം കാത്തുവെച്ച നിധിയാണ് കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. എൽദോയുടെ ആടിനെ മേടിക്കാമെന്നുള്ള എൻ്റെ സ്വപ്നങ്ങൾക്ക് അവിടെ അവസാനമായെന്ന് ഞാൻ കരുതി. അയ്യോ, എൽദോറാദോ സ്വപ്നങ്ങൾക്ക് അവിടെ അവസാനമായി. വിഷ്ണുവർദ്ധൻ ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര ഉയരത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഇതിനിടയിലേക്ക് മറ്റൊരാൾ കൂടി കടന്നു വന്നു. അവന്റെ പാദങ്ങളുടെ വലുപ്പം ചെറുതാണെങ്കിലും പാദമുദ്രകളുടെ വലുപ്പം വലുതായിരുന്നു. അതെന്താ? അത് പിന്നെ അമ്പലത്തിൽ പോയി ചെരുപ്പ് എടുക്കുമ്പോൾ കറക്റ്റ് അളവിന് കിട്ടണമെന്ന് വാശിയൊന്നും പിടിക്കരുത് കേട്ടോ. ഇവിടുത്തെ തിരകൾക്ക് തീരത്തെ പുൽകാൻ പോലും അവന്റെ അനുവാദം വേണമായിരുന്നു. ശ്രീകാന്തിന്റെ നേരത്തെ നമ്മൾ വായിച്ചറിഞ്ഞതെല്ലാം ഗൾഫിൽ ജോലി നിൽക്കുകയാണ്. നാട്ടിൽ വലിയ പ്രയാസങ്ങളും വലിയ പ്രതിസന്ധിയിലൊക്കെയാണ്. അവിടെ ഒരിക്കൽ ജോലിക്ക് പോയി, പിന്നെ തിരികെ വന്ന് വീണ്ടും മറ്റൊരു രാജ്യത്തേക്ക് പോയി. അവിടെ നിന്നൊരു സുപ്രഭാതത്തിൽ നേരെ തിരിച്ചു പോരുകയാണ്. ഞാൻ കലാജീവിതത്തിലേക്ക് എടുത്ത് ചാടാം എന്ന് പറഞ്ഞുകൊണ്ട്. ഇങ്ങനെ ഒരു എടുത്തുചാട്ടം എന്താണ് അങ്ങനെ ഒരു തീരുമാനം പെട്ടെന്ന് എടുത്തു കളഞ്ഞത്? അതായത് ആ ഗൾഫിൽ നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതായത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ആ കമ്പനിക്ക് വേണ്ടി ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. മീൻസ് നമുക്കൊരു ഇഷ്ടപ്പെട്ട പരിപാടിയല്ലായിരുന്നു. നമ്മൾ ആ സമയത്ത് ഞാൻ സൗദിയിൽ നിന്ന് വന്ന് കുറച്ചുനാൾ പിന്നിട്ട് കഴിയുമ്പോൾ കയ്യിരിക്കുന്ന കാശൊക്കെ കഴിയുമല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സാമ്പത്തിക
ബുദ്ധിമുട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്നാ പോയി കുറച്ചാളിലൂടെ പോയി ജോലി ചെയ്യാന്നുള്ള രീതിയിലാണ് ദുബായിലേക്ക് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ നമുക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലോട്ട് പോയി. അങ്ങനെയാണ് തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. ശ്രീകാന്ത്, ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, അല്ലെങ്കിൽ അതിൽ തന്നെ പ്രത്യേകിച്ച് ഈ കോമഡി, ഒരുപാട് യൂട്യൂബേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ബ്യൂട്ടി വ്ളോഗേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് ഉണ്ട്, സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുന്ന തരത്തിലുണ്ട്. എങ്ങനെയാണ് ഒരു കോമഡിയിലേക്ക് അല്ലെങ്കിൽ ഫിലിം സ്പൂഫുകൾ ചെയ്യണമെന്ന തരത്തിലേക്കുള്ള ഒരു ആശയം തോന്നിയത് എപ്പോഴാണ്? സ്വന്തമായിട്ട് വീഡിയോ നമ്മുടേതായ കുറച്ച് തമാശകൾ പറയാനും എഴുതാനും ഒക്കെ ഇഷ്ടമായിരുന്നു. അപ്പം നമ്മുടേതായ ഒരു തമാശ രീതി ഉണ്ടാക്കിയെടുക്കാന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ലോക്ക്ഡൌൺ വന്ന് അങ്ങനെ എത്തിയത്. പ്രൂഫിലേക്ക് വരുന്നത് ദൃശ്യം 2 വരുന്നു എന്ന് അനൗൺസ് ചെയ്തപ്പം വെറുതെ അന്ന് സ്പൂഫുകൾ ഇഷ്ടമായിരുന്നു. ഞാൻ സ്പൂഫ് സിനിമകളൊക്കെ കാണാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒരു സ്പൂഫ് ചെയ്തപ്പം ആളുകൾക്കൊക്കെ അത് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായതിനു ശേഷമാണ് പിന്നെ കൂടുതൽ സ്പൂഫുകൾ ചെയ്യാൻ തുടങ്ങിയത്. ഇത് ചെയ്തു തുടങ്ങിയപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്തായാലും എല്ലാവരും പറയാം, നിനക്കൊന്നും വേറെ പണിയില്ലടേ, വല്ല പണിക്കും പോയിക്കൂടെ എന്ന് ചോദിക്കാം. അതിനാണ് സാധ്യതയുള്ളത്. അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ കേട്ട് കാണുമല്ലോ, അതിനൊക്കെ എങ്ങനെയാണ് നേരിട്ടത്? അതാ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. മീൻസ് നാട്ടിൻപുറത്ത് മാത്രമല്ല, ഫേസ്ബുക്കിലും ഞാൻ ഇടുന്ന പ്ലാറ്റ്ഫോമിലെല്ലാം ഇതേ കമന്റുകൾ തന്നെ ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അത് എന്റെ നാട്ടുകാർ തന്നെ ആയിരിക്കും അവിടെ വന്നിരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരല്ല, ഇത് വേറെ നാട്ടിലുള്ള ആൾക്കാരാണ്. അതെ അതെ, ഞങ്ങള് റോക്കി ബൈ ബോംബെ എന്ന് വന്നാണല്ലോ, ഇനി അവിടെ നിന്നുള്ള ശത്രുക്കളാണോ എന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയല്ല, മൊത്തത്തിൽ അപ്പം ആളുകള് ആ ഒരു രീതി ഇങ്ങനെ ഉൾക്കൊള്ളാൻ കുറച്ച് സമയം ഉണ്ടാക്കിയായിരുന്നു. അപ്പം ആ ഒരു സമയം എടുത്തായിരുന്നു. പിന്നീട് ആളുകൾ, എനിക്ക് പക്ഷെ പ്രത്യേകിച്ച് ഞാനങ്ങ് എൻജോയ് ചെയ്യുമായിരുന്നു ഈ നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്ന സമയവും എഴുതുന്ന സമയവും ഒക്കെ. അപ്പം അങ്ങനെയാണ് അത്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തോന്നിയില്ലായിരുന്നു അവർ പറയുന്നതിൽ നിന്ന്. ഈ രീതിയിൽ ഒരാൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതിനെ കൗണ്ടർ അടിച്ച് സംസാരിക്കുക എന്നുള്ളത് പണ്ടേ കിട്ടിയ കഴിവ് തന്നെയാണോ ശ്രീകാന്ത്? അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു 7ാം ക്ലാസ് വരെയൊക്കെ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. നന്നായി മെലിഞ്ഞിട്ടായിരുന്ന സമയത്ത് ഒരുപാട് കളിയാക്കലുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കളിയാക്കലുകളെ എങ്ങനെ നേരിടാമെന്നുള്ള രീതിയിൽ നിന്നാണ് ഞാൻ ഈ കളിയടി തുടങ്ങിയത്. അപ്പം ഇതിങ്ങനെ ആൾക്കാർ അവര് കളിയാക്കാൻ തുടങ്ങുമ്പോൾ അതിന് മേളിൽ എന്തെങ്കിലും ചളി പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവർ മിണ്ടാതിരിക്കും. അതിൽ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് തുടങ്ങിയ ആ ചളിയടിയാണ്. പിന്നെ ആ ചളിയടി അങ്ങ് ഒരു ജോലിയാക്കി എടുത്തു അല്ലേ? അതെ അതെ, അത് പിന്നെ എന്തുകൊണ്ടൊരു ജീവിത മാർഗമാക്കി കൂടാ എന്നുള്ളതായിരുന്നു. എനിക്ക് തോന്നുന്നത് പിന്നെ മാവേലിക്കര ആ ഓണാട്ടുകാരുടെ ഒരു ഭാഷാ ശൈലി, അതിലെ വാക്കുകൾ, എൻ്റെ വീട് ഓച്ചിറയാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സാധാരണഗതിയിൽ നമ്മുടെ മലയാളത്തിലെ ഈ ഇത്തരം വീഡിയോകളിലോ അല്ലെങ്കിൽ നല്ല വീഡിയോകളിലും തമാശ വീഡിയോകളിലായാലും ഗൗരവ വീഡിയോകളിലും എല്ലാത്തിലും മറ്റ് സ്ഥലത്തെ ഭാഷകളൊക്കെ ഈ തരത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു തമാശയിൽ ഇങ്ങനെ ഈ ഒരു ഓണാട്ടുകാരുടെ ഭാഷ ഈ തരത്തിൽ വന്ന് വേറെ കണ്ടിട്ടില്ല. ഇത് ബോധപൂർവം അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി എടുത്താണോ, അതോ അറിയാതെ നമ്മുടെ ഒരു സ്വാഭാവികമായിട്ടൊക്കെ വന്നു പോയതാണോ? അല്ല, എനിക്ക് എന്റെ ഇതായിരിക്കും പരിമിതമായ, ഞാനിങ്ങനെ നമ്മുടെ സിനിമകൾ ഒരുപാട് കാണുന്ന ആളാണ്. അപ്പൊ എങ്കിലും നമ്മുടെ ഈ ഒരു ശൈലി, നമ്മുടെ ഇവിടുത്തെ വാക്കുകൾ അധികം ഉപയോഗിച്ച് കണ്ടിട്ടില്ല. ഒരു തമാശ പറയുന്ന രീതിയും കണ്ടിട്ടില്ല. അപ്പം എന്നാ അതും കൂടെ ഒന്ന് പരീക്ഷിച്ചേക്കാം. എല്ലാം പരീക്ഷണമാണല്ലോ, എന്നാ ഇത് ഒട്ടും കുറയ്ക്കണ്ട, ഇതും കൂടെ ഇട്ടേക്കാന്ന് വിചാരിച്ചു. ശ്രീകാന്ത്, ഇപ്പോൾ ഈ പരീക്ഷണങ്ങൾക്ക് ആളുകളുടെ പ്രതികരണം എങ്ങനെയാണ്? എല്ലാവരും സ്വീകരിച്ചു തുടങ്ങിയോ? എന്താണ് ഇപ്പോൾ പറയുന്നത് ഈ കോമഡി വീഡിയോകളൊക്കെ കണ്ടിട്ട്? എല്ലാവർക്കും ഒരുപാട് പേര് ഇഷ്ടമാണെന്ന് പറയും, വിളിക്കാറുണ്ട്. ഒരുപാട് പേര് എന്റെ വീട്ടിൽ തിരക്കി വരും. അതാണ് ഭയങ്കര സന്തോഷം. അതെ അതെ, ഇന്നലെ ഒരു 3 പേര് തിരക്കി വന്നായിരുന്നു. അങ്ങനെ ഓരോ ദിവസം ഒരുപാട് ആൾക്കാർ തിരക്കി വരും. അപ്പൊ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. താടി വെച്ചതുകൊണ്ട് അറിയില്ല തലിന്റെ പാട്. അതെ അതെ, അതിനുവേണ്ടിയാണ് ഈ താടി വെച്ചേക്കുന്നത്. കുറച്ചൊക്കെ ഇതങ്ങ് കവർ ചെയ്ത് പോകും. അങ്ങനെയല്ല, അവര് സന്തോഷമാണ്. മീൻസ് നമ്മള് ഉണ്ടാക്കുന്ന വീഡിയോയിലെ ഡയലോഗുകളൊക്കെ അവർ വീട്ടിൽ വന്ന് പറയും, ആ ഡയലോഗ് ഇഷ്ടമാണ്, ഇത് ഇഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സംഭവം അവർ ഓർത്തിരിക്കുന്ന ഒരു സന്തോഷം. ഒരുപാട് സിനിമകളുടെ സ്പൂഫ് ചെയ്യുന്നുണ്ടല്ലോ, ഈ സിനിമാ രംഗത്തുള്ള ആരൊക്കെ ഇത് കണ്ടിട്ട് വിളിച്ച അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട്? എനിക്ക് ഭയങ്കര ഞാൻ മറ്റേ നമ്മുടെ കുമ്പളങ്ങിയുടെ ഒക്കെ റൈറ്റർ ശാംപുഷ്കർജറിന്റെ ഭയങ്കര ഫാനാണ് പുള്ളിയുടെ. അപ്പൊ പുള്ളി എനിക്ക് ഒരു ദിവസം മെസ്സേജ് അയച്ചായിരുന്നു പേജിലോട്ട്, എന്റെ ഫേസ്ബുക്ക് പേജിലോട്ട് മെസ്സേജ് അയച്ചു. ഇത് തുടക്കകാലത്താണ്. അപ്പം പുള്ളി കുറെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായില്ല ഇത് പുള്ളിക്കാരനാണെന്ന്. ഞാൻ ആലോചിക്കുന്ന ഈ ശാംപുഷ്കരൻ എന്തിനാണ് ഇതിനകത്തൊട്ട് മെസ്സേജ് അയക്കുന്നതെന്നാണ് എന്റെ ചിന്ത.
അപ്പൊ ഞാനത് വലിയ കാര്യമൊക്കെ ആ മെസ്സേജ് അങ്ങ് വിട്ടു. പിന്നീട് എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട് എൻ്റെ പേജ് നോക്കുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞത് അത് പുള്ളിയാണെന്ന്. അപ്പൊ ഞാൻ തിരിച്ച് മെസ്സേജ് അയച്ചു. അങ്ങനെ പുള്ളിക്കാരനെ ഞാൻ പുള്ളി എന്നെ വീട്ടിലോട്ട് വിളിച്ചായിരുന്നു. അപ്പൊ കാണാൻ വേണ്ടി പോയി വീട്ടിൽ ചെന്നപ്പോൾ പുള്ളി ദൃശ്യം എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതിനകത്തിലെ ഒരു ഡയലോഗ് ഉണ്ട്, എൻ്റെ ഒരു ചെറിയ കുടുംബമാണ്, അതുകൊണ്ട് ഒരു ചെറുതൊഴിക്കണം. അപ്പൊ ഈ പുള്ളി അതാണ് ആദ്യം എന്നോട് പറഞ്ഞത്. അപ്പൊ അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മീൻസ് ഇത്രയും വലിയ ഹിറ്റ് ഡയലോഗുകളൊക്കെ എഴുതുന്ന ഒരാള് നമ്മുടെ ഡയലോഗൊക്കെ ഓർത്ത് വെച്ച് പറയുന്നുണ്ട്. പിന്നെ സിനിമയിലെ ഒരുപാട് ആൾക്കാർ വിളിക്കാറും പറയാറൊക്കെ ഉണ്ട്, കമന്റ് ചെയ്യാറുണ്ട്. അല്ല, സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞല്ലോ അല്ലേ? ഈ കോമഡികൾ ചെയ്ത് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങൾ കൂടി പറയൂ ശ്രീകാന്ത്. ഞാനിപ്പം 2 സിനിമ ചെയ്തു. ഒന്ന് ഗിരീശ്വരിയുടെ സൂപ്പർ ശരണ്യ എന്ന് പറഞ്ഞ പടമാണ്. അത് റിലീസ് ആയിട്ടില്ല, അതിന്റെ കുറച്ച് ഷൂട്ടൂടെ ബാക്കിയുണ്ട്. പിന്നെ ഞാനിപ്പം ഒരു 2-3 ദിവസം മുന്നേ ഒരു സിനിമയില് ചെയ്തായിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് പുറത്തു വിടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പറയാം. അതീവ രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ, 2 ദിവസം കഴിഞ്ഞ് നമുക്കറിയാം. നമുക്ക് ആ ദൃശ്യത്തിന്റെ ആ ഇതുകൊണ്ടൊന്ന് കണ്ടിട്ട് പോരാം, ആ ദൃശ്യം കൂടെ ഒന്ന് കണ്ടിട്ട് പോരാം. സൂത്രം ഗ്ലോറി ജോർജുട്ടി, തിയേറ്റർ ഉടമ ജോർജുട്ടി, ക്ലാസിക് ക്രിമിനൽ ജോർജുട്ടി, വരുണിന്റെ ബോഡി എവിടെ ജോർജുട്ടി? ഐജിയുടെ മോനെ തല്ലിക്കൊന്ന് ചാക്കിക്കെട്ടി മണ്ണിൽ താത്തുന്നേ, അയ്യോ മഞ്ഞക്കളറിലെ മാരുതി സെന്നോ പാറമടയിൽ മെല്ലെത്താത്തുന്നേ, അയ്യോ സഹദേവൻ അറിയുന്നേ, ഗീതയലറുന്നേ, ഇതൊന്നും അറിയാപ്പാറെ പള്ളിയിൽ ധ്യാനം കൂടുന്നേ. സൂത്രം ഗ്ലോറി ജോർജുട്ടി, തിയേറ്റർ ഉടമ ജോർജുട്ടി, ക്ലാസിക് ക്രിമിനൽ ജോർജുട്ടി, വരുണിന്റെ ബോഡി. ഈ കൂടെയുള്ളതൊക്കെ സുഹൃത്തുക്കൾ തന്നെയാണോ, അതോ അവരെല്ലാം പ്രൊഫഷണൽ നടികളോ അങ്ങനെ എന്തെങ്കിലും ആണോ? കൂടെയുള്ള സുഹൃത്തുക്കളാണ്. അതില് കുറച്ചുപേരൊക്കെ വേറെ വെബ് സീരീസുകളിലും ഒക്കെ അഭിനയിക്കുന്നവരാണ്. ബാക്കിയൊക്കെ നാട്ടിലൊക്കെ ഉള്ള ആളുകളൊക്കെ തന്നെയാണ്. അപ്പൊ നാട്ടുകാരെയും കൂടെ അഭിനയ രംഗത്തേക്കും എല്ലാം കൊണ്ടുവരികയാണ്. അതെ, പിന്നെ ഞങ്ങളുടെ അമ്മയാണല്ലോ മെയിൻ നടി. അമ്മ എങ്ങനെയാണ് ഇതിൽ എത്തിച്ചത്? അമ്മ ഇത് എത്തിച്ചത്, ഞാൻ KGF ചെയ്ത സമയത്ത് റോക്കി ഭായിയുടെ അമ്മയെ തിരക്കി മറ്റേ ഇന്ത്യ മുഴുവൻ ഓഡീഷൻ വെച്ചിട്ടില്ലായിരുന്നു. അപ്പൊ പിന്നെ വീട്ടിൽ തന്നെ നടിയുള്ള സമയത്ത് എന്തിനാണ് പുറത്തുനിന്ന്, വീട്ടിൽ വെച്ചിട്ട് എന്തിനോ. അതെ. അപ്പം അങ്ങനെ അമ്മയോട് ആദ്യം പറഞ്ഞു. അപ്പൊ അമ്മ തേങ്ങ എറിയുന്ന സീനായിരുന്നു റോക്കി ഭായി. അപ്പൊ അമ്മയ്ക്ക് അത് ചെയ്യാൻ മടിയുണ്ട്. അതായത് അമ്മ തേങ്ങ എറിയുന്ന കാണുമ്പോൾ നാട്ടുകാർ പറയും, കാരണം അയ്യോടാ വേണ്ട ആരും മോനെ അമ്മ വേണ്ട തേങ്ങ കീച്ചുന്നെന്ന് പറയുമെന്ന് അമ്മ പറഞ്ഞു. അപ്പം അതുകൊണ്ട് അമ്മ ആദ്യം ചെയ്യാൻ മടിച്ചു. പിന്നീട് അമ്മയെ കൊണ്ട് ജയിച്ചു. അപ്പം ഇപ്പൊ അമ്മയ്ക്ക് ഫാൻസ് ഒക്കെ ഉണ്ട്. അമ്മയുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ അമ്മ ആൾക്കാരൊക്കെ തിരിച്ചറിയും. അതുകൊണ്ട് ഇപ്പൊ അമ്മ റോള് ചോദിച്ചു വാങ്ങുകയാണ്. 2 ദിവസം കഴിഞ്ഞ് ചിലപ്പോ അമ്മ വരില്ല കേട്ടോ. അതെ പറയുകയും ചെയ്തു, സെലക്റ്റീവ് ആവുകയാണെന്ന് കുറച്ച്. അപ്പം ഈ പുതിയ വീഡിയോ ഇന്ന് റിലീസ് ആവുന്നുണ്ട്. ദേവാസുരത്തിന്റെ സ്പൂഫാണ്. ഇന്ന് 10 മണിക്കാണ് റിലീസ്. ശരി, ഇത് ഓരോ ദിവസവും ഇങ്ങനെ ഓരോ വീഡിയോ ഇടും. അത് എങ്ങനെയാണ് യൂട്യൂബില് വീഡിയോ ഇടുന്ന രീതിയൊക്കെ? യൂട്യൂബിലെ രീതി മാസത്തിലൊരു 2-3 വീഡിയോ ചെയ്യണമെന്നാണ്. അതിപ്പോ ഈ ദേവാസുരം ചെയ്തിട്ട് ലെങ്ത് കൂടിപ്പോയി, 1/2 മണിക്കൂറായിപ്പോയി. സാധാരണ നമ്മളൊരു 15-17 മിനിറ്റ് ഒക്കെയാണ് ചെയ്യാറ്. ദേവാസുരത്തിനകത്ത് ഒരുപാട് സീനുകളും ഇമ്പോർട്ടന്റ് സീനുകൾ ഒരുപാട് ഉള്ളത് കൊണ്ട് ദേവാസുരം ഇച്ചിരി നീണ്ടുപോയി. അതിപ്പോ അതിൻ്റെതായ ഒരു 10-15 ദിവസമായി അത് ഷൂട്ടിയെല്ലാം ചെയ്ത് പേടിച്ചിപ്പോ ഇന്ന് വന്നപ്പോഴത്തേക്ക്. ശ്രീകാന്ത്, ഇപ്പോ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം ലക്ഷങ്ങൾ കടന്നോ? എങ്ങനെയുണ്ട് യൂട്യൂബ് വരുമാനം ഒക്കെ? യൂട്യൂബ് വരുമാനം കുഴപ്പമില്ല. നമ്മളങ്ങനെ കണ്ടിന്യൂസ് വീഡിയോസ് ഒത്തിരി ഇടാത്തതുകൊണ്ട് കുറച്ച് പൈസ കിട്ടുന്നുള്ളൂ. പിന്നെ കൂടുതൽ യൂട്യൂബർമാരുടെ വരുമാനം പരസ്യങ്ങളിൽ നിന്നാണ്. നമ്മൾ പിന്നെ അധികം പരസ്യവും പിടിക്കുന്നില്ല. മീൻസ് നമ്മളൊരു പരസ്യം പറഞ്ഞിട്ട് ആൾക്കാർക്ക് കുഴപ്പമില്ലാത്ത പരസ്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. ശരി, എന്തായാലും ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഹിറ്റായി തുടങ്ങി. ഞാൻ പല ശ്രീകാന്തിനെ കുറിച്ച് ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ, ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പോൾ അതിലെ ഓരോന്ന് വായിച്ചപ്പോൾ മനസ്സിലായതാണ്. പ്രവാസ ജീവിതത്തിലേക്ക് കടന്നപ്പോൾ തൊട്ട് വീട് പണി അവിടെ ഇങ്ങനെ പെൻഡിങ്ങിലായിരുന്നു. എന്തായി, വീട് പണി കഴിഞ്ഞോ അതോ ഇപ്പോഴും വീട് പണി പൂർത്തിയാകാതെ ഇരിക്കുന്നതാണോ കാണുന്നത്? ഈ ചുവരുകൾ സംസാരിക്കും. അല്ല, വീട് പണി കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. അകത്ത് കുറച്ച് തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പണികൾ ഇങ്ങനെ കിടക്കുന്നേ ഉള്ളൂ. മൊത്തം തേപ്പാണെന്നല്ലേ? തൊട്ട പൈസയാണ്.
തൊടുന്നതിന് പൈസയാണ് മേശരി വന്നു. ഈ അമ്മയെ കൊണ്ടല്ലേ ആദ്യം ചാൻസ് ചോദിച്ചു പോയത്? അതെ അതെ, അമ്മയെ കൊണ്ടാണ് ആദ്യം ചാൻസ് ചോദിച്ചു പോയത്. സെന്റിമെന്റ്സ് വഴി അടിച്ചു വീഴ്ത്താനുള്ള പരിപാടിയായിരുന്നു. അമ്മയെ കൊണ്ട് ചാൻസ് ചോദിക്കാൻ പോയ ആദ്യം നടനാവും. അതെ അതെ അതെ, എല്ലാരും ചാൻസ് ചോദിച്ചു കഴിഞ്ഞല്ലേ അമ്മയിൽ അംഗമാകുന്നത്. ഈ അമ്മയും കൊണ്ട് ചാൻസ് ചോദിക്കാൻ പോയ ശ്രീകാന്തിനെ ഇന്റർവ്യൂ ചെയ്തു കിരൺ അടക്കം എന്താ ട്രോൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ബാക്കി കുടുംബം എങ്ങനെയാണ്? കുടുംബം അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആണ്. പിന്നെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. അവര് ഇപ്പോൾ ചേച്ചി അയച്ചേക്കുന്ന അടൂരാണ്. അടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ഈ ആരാധികമാർ ഒരുപാടായിരിക്കുമല്ലോ? അതെ അതെ, ഒരുപാടുണ്ട്. എന്തായാലും ഒരുപാട് ഉണ്ട്. ശരി, നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. എന്തെങ്കിലും ഒന്ന് ചെയ്ത് കാണിക്കാൻ കഴിയുമോ ശ്രീകാന്ത്? ഒരു ബാവുമോന്റെ ഒരു വീഡിയോ സോങ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, റാപ്പ് സോങ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാമോ? അത് പാട്ട് പാടിയാ മതിയോ? ഓ മതി. ഒരുപാട് നാളായി ഞാൻ സാധകമൊക്കെ ചെയ്തിട്ട്, എങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്യാം. പെട്ടെന്നോടണോ സ്പീഡില്ല എല്ലെന്താ, തെക്കല സുഷമയ്ക്ക് ബൈക്കില്ല എല്ലെന്താ, ഈ കുന്തം വലിച്ചാൽ ചുമ ഫലം, ഉച്ചവൂണിന് സ്പെഷ്യൽ നീ പറ. പെട്ടെന്നോടണോ സ്പീഡില്ല എല്ലെന്താ, തെക്കല സുഷമയ്ക്ക് ബൈക്കില്ല എല്ലെന്താ, ഈ കുന്തം വലിച്ചാൽ ചുമ ഫലം, ഉച്ചവൂണിന് സ്പെഷ്യൽ നീ പറ. ബഹുമോനെ മോനെ ഇറച്ചി ചാറൊഴി, ചാറില്ലെങ്കിൽ മീൻ കറി ഒഴി, ഇല്ലേലെന്തേലും ഒഴി. ബഹുമോനെ അയ്യോ എന്നാലും കഴിഞ്ഞു. ഈ റാപ്പ് സോങ്ങിനും ഭയങ്കര സ്വീകാര്യതയായിരുന്നു അല്ലേ? അതെ അതെ, അത് ഈ ഞാൻ ചെയ്ത് കുറച്ചു നാൾ മുന്നേ ആയിരുന്നു. അത് കഴിഞ്ഞ ISL സമയത്താണ് ഈ പുറകെ നിൽക്കുന്ന ടീമുകളെ ഈ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മീമുകൾ വന്നായിരുന്നു. അപ്പൊ അതിൽ നിന്നാണ് ആ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ഈ വീഡിയോ കൂടുതൽ പാട്ട് പോയത്. അങ്ങനെയാണ് പെട്ടെന്നൊരു ഇതുണ്ടായി കിട്ടിയത്. അതിന് ഇത് ആരാണ് ഈ ബാബുമോൻ? ബാബുമോൻ ഞാൻ തന്നെയാണ്. എല്ലാം ഞാൻ തന്നെയാണ് വിളിക്കുന്ന ബാബു എന്നാണ്. ഈ വീഡിയോയിലെല്ലാം എന്റെ തല എന്റെ ഫുൾ ഫിഗർ പോലെയാണല്ലോ. അതല്ല, അതായത് ഈ ബാബു എന്നുള്ള പേരിനെ നമ്മളിപ്പം ഭയങ്കര ഡീഗ്രേഡിങ് ആയിരുന്നു എന്റെ ഫിഗർ വെച്ചിട്ട്, ഈ ബാബു അങ്ങനെ. അപ്പം ആ പേരിനെ ഡീഗ്രേഡ് ചെയ്യുന്നത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ബാബുമോനെ എന്നല്ലേ എല്ലാരും വിളിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി ചെയ്തതാണ്. ശരി, ശ്രീകാന്തിന്റെ വീഡിയോകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിൽ ബോഡി ഷേമിംഗ് ഇല്ല, ആരെയും കളിയാക്കലുകളില്ല, കുറ്റപ്പെടുത്തലുകളില്ല അല്ലെ? എന്തുകൊണ്ടാണ് ആ രീതിയിൽ ആ തരത്തിലേക്ക് ഒരു സാധാരണഗതിയിൽ ഇത്തരം തമാശ വീഡിയോകളിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വരുന്നത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത അല്ലെങ്കിൽ പുതിയ കാലത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിൽ വിമർശനം ഉയരേണ്ട ഒരുപാട് തമാശകൾ വരാറുണ്ട്. ഒരു കാലത്ത് നമ്മുടെ മലയാള സിനിമയിലെ എല്ലാ തമാശകളും ഒരു തരത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്നു, അല്ലെങ്കിൽ വർഗപരമായ അപമാനിക്കുന്നു, അങ്ങനെ പല അതെല്ലാം ചേർന്നായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം മാറിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത്രയും തമാശ ചെയ്യുമ്പോഴും അത്തരത്തിലൊരു പ്രത്യേക ജാഗ്രത പുലർത്താറുണ്ടോ? അതെങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? അതെ, എല്ലാ അടിസ്ഥാന വർഗങ്ങളെയും സ്ത്രീകളെയും വംശീയാധിക്ഷേപങ്ങളുള്ള ഒരുപാട് സംഭവങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതിന് ചാനൽ പ്രോഗ്രാമുകളിലൊക്കെ കാണാറുണ്ട് ഒരുപാട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ ആലോചിച്ചതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി അടുത്ത വീഡിയോയിൽ അത് ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ്. അത് പ്രത്യേകം അതിനുവേണ്ടി മുൻകരുതലുകൾ എടുക്കാറുണ്ട്. ഓരോ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്തും 2, 3, 4 തവണ നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈ കണ്ടന്റിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവാൻ പാടില്ലെന്നുള്ള കാര്യം വളരെ ഇതായിട്ട് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളില്ലാതെ പോകണം. അപ്പൊ ഞാനിത് പറയുന്ന സമയത്ത് ഇപ്പൊ ഇടയ്ക്ക് ചർച്ചകളൊക്കെ ആവാറുണ്ട്, ഈ കാര്യങ്ങൾക്കൊക്കെ ചർച്ചകളൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ അത് ചർച്ച ചെയ്യുന്നത് തന്നെ വലിയ കാര്യമായിട്ടും സന്തോഷമായിട്ടും കരുതുന്നു. ശ്രീകാന്ത്, എന്താണ് ഒരു സ്വപ്നം എന്ന് പറയുന്നത്? ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു, അതിൽ തന്നെ തുടരണമെന്നാണോ, അതോ ഇതുപോലൊരു യൂട്യൂബറായിട്ട് മുന്നോട്ട് പോകാനാണോ? എപ്പോഴും നമ്മുടെ ഒരു സ്വാതന്ത്ര്യമാണല്ലോ, നമുക്കൊരു വർക്ക് ചെയ്യാനുള്ള ഒരു, നമുക്കിപ്പം ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം, അതൊക്കെ തന്നെ ഇതാണ്. അപ്പം ഇതും ഉണ്ട്, നമുക്ക് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാമല്ലോ ഇവിടെ. ഇപ്പം നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് എഴുതാം, നമ്മളെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മേക്ക് ചെയ്തെടുക്കാം. സിനിമയാണ് എൻ്റെ സ്വപ്നം. സിനിമ എഴുതുക എന്നുള്ളതാണ് ഒരു നമ്മുടേതായ രീതിയിലുള്ള സിനിമ എഴുതി അത് കാണുക എന്നുള്ളതാണ് വലിയ സ്വപ്നം. അത് നടക്കുമോ ഇല്ലെന്ന് അറിയത്തില്ല. തീപ്പെട്ടി ചിഹ്നത്തിൽ എത്ര വോട്ട് കിട്ടിയായിരുന്നു? എന്തോ ആ തീപ്പെട്ടി ചിഹ്നത്തിൽ എത്ര വോട്ട് കിട്ടിയായിരുന്നു? തീപ്പെട്ടി ചിഹ്നത്തിൽ വോട്ടൊന്നും കിട്ടിയില്ല, സുഗണ്ണൻ പൊട്ടി. എന്തായാലും നമുക്ക് ആ സുഗണ്ണനെ ഒന്ന് കാണാം.
ഓട്ടതാ 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 കുത്തു കുത്തു നമ്മുടെ ചിഹ്നം തീപ്പെട്ടി കുത്തു കുത്തു നമ്മുടെ ലീഡർ സുഗുണണ്ണൻ കുത്തു കുത്തു സുഗുണണ്ണൻ ഇഷ്ടപാനീയം ചിക്കു ചിക്കു അമ്പിളി ചേച്ചി അമ്മച്ചി ആളെ മറക്കല്ലേ തങ്കമ്മനി വോട്ടർ പൊന്നമ്മനി മോളിലോടുകൂടി ടാറിടാമേ എന്തോരു വെപ്രാളമേ കുറുക്കു വഴിയും മെത്തമെത്തയായമ്മ അവര് പണിതാൽ കമ്പി തീരെയില്ലമ്മ മയമ്മ പണി മൊത്തം മായമ്മ സംഗതിയ ഫ്രോഡാണ് റോഡ് മൊത്തം ഡാമാണ് ഫ്ലക്സിൽ മാത്രം പേരാണ് റോഡ് മൊത്തം ഡാമാണ് മെല്ലെ പറ ഈ റോഡ് പൊളിഞ്ഞത് ചെവിൽ പറ പ്രതിഷേധമായി വാഴ വെച്ച് ഈ റോഡിന്റെ നെഞ്ചത്ത് പൗരസമിതി വെള്ളം പോണ കാനയെല്ലാം പൊടികേറി അടഞ്ഞിന്ന് ആകെ കൂടി പ്രാവും കാക്കയും കഷ്ടിക്കാനായി പ്രതിമ കൊടുത്തത് XMLA എന്തായാലും എല്ലാരും വായോ 6-ാം തീയതി അമ്മാവനും അമ്മായിക്കും 8-ാം നമ്പർ ബൂത്താണ് കുത്തു കുത്തു നമ്മുടെ ചിഹ്നം തീപ്പെട്ടി കുത്തു കുത്തു ഏപ്രിൽ 6-ന് ബൂത്തിലേക്ക് പൊക്കോ പൊക്കോ ബൂത്തിൽ എത്തിയാൽ തീപ്പെട്ടിയിൽ ക്ലിക്കു ക്ലിക്കു അമ്പിളി ചേച്ചി അമ്മച്ചി. ഈ അഭിനന്ദനമൊക്കെ കിട്ടുന്നതോടൊപ്പം തന്നെ സ്വാഭാവികമായും എതിർപ്പും വിമർശനവും ഒക്കെ വരേണ്ടതാണ്. അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഈ ചില വിഷയങ്ങളൊക്കെ എടുക്കുമ്പോഴാണ് ചിലർക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. അതിനെ ഗൗരവമായി കണ്ടുവരുന്നതിനെ ഒരു വിഷയത്തെ മറ്റു രീതിയിൽ കാണുന്നത് ചിലപ്പോൾ ചിലർ അംഗീകരിക്കണമെന്നില്ല. അങ്ങനത്തെ വിമർശനങ്ങളും ഒക്കെ വന്നിട്ടുണ്ടോ? ഇഷ്ടം പോലെ വരാറുണ്ട്. അപ്പം അതിലിപ്പം ഇപ്പൊ ഞാൻ പറയുന്നത് ശരിയാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു. അപ്പൊ അതിനെതിരെ അഭിപ്രായമുള്ളവര് അവിടെ ചർച്ചകൾ ഉണ്ടാവുന്നത് തന്നെയാണ് വലിയ കാര്യം തോന്നുന്നു. അപ്പം അങ്ങനെ ഇഷ്ടം പോലെ ഇതുണ്ടാവാറുണ്ട്. പൊതുവെ ഞാൻ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണല്ലോ വന്നത്. അപ്പം രാഷ്ട്രീയം പറയുന്നത് കൊണ്ട് രാഷ്ട്രീയത്തിൽ തന്നെ എതിർ അഭിപ്രായമുള്ളവരും ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഒരുപാട് അഭിപ്രായ വ്യത്യാസം. ചിലര് വന്ന് ചീത്ത വിളിക്കാറുണ്ട്, ചിലര് ചർച്ചകൾ നടത്താറുണ്ട്. എല്ലാ രീതിയിലുള്ള അഭിപ്രായങ്ങളും വരാറുണ്ട്. എന്തായാലും ഈ ശ്രീകാന്ത് വെട്ടിയാർ എന്ന പേര് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഫാൻസ് അസോസിയേഷൻ വരെ ആയെന്ന് തോന്നുന്നല്ലോ. ഞാൻ അങ്ങനെ ഒരു യൂട്യൂബ് ഒരു ചാനൽ കണ്ടു. അയ്യോ, ഞാൻ കണ്ടില്ല. എന്റെ ഫേക്ക് ഐഡിയ കേട്ടോ. ആരോട് പറയുന്നില്ല, ഞങ്ങളായി പറയുന്നില്ല പുറത്ത്. എന്തായാലും ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനും സിനിമയിൽ ആഗ്രഹം പോലെ തന്നെ എന്തായാലും ഇത്ര വലിയ തീരുമാനങ്ങൾ എടുത്തവരാണ് ജീവിതത്തിൽ വലിയ വിജയങ്ങളും നേടിയിട്ടുള്ളത്. ശരി, എന്തായാലും ഞങ്ങളെയൊക്കെ ഒന്ന് ട്രോളി ഒരു സ്പൂഫ് ഒക്കെ ഇറക്കൂ ശ്രീകാന്ത്, ഞങ്ങൾ കാണട്ടെ. ഇറക്കാം, ഉറപ്പായിട്ട് ഇറക്കാം. അപ്പം ദേവാസുരം നിങ്ങൾ രണ്ടുപേരും കാണണം. തീർച്ചയായും 10 മണിക്കാണ് റിലീസ്. കാണാം, ഉറപ്പായും കാണാം. അപ്പൊ എല്ലാവിധ ആശംസകളും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. എന്തായാലും കൊള്ളാല്ലേ, നല്ലൊരു അതിഥിയായിരുന്നു. ഒരുപാട് വിശേഷങ്ങൾ, ഒരുപാട് ചിരിക്കാൻ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു നമ്മുടെ മോർണിംഗ് പെട്ടെന്ന് നമ്മൾ ഇതുവരെ വാർത്തകളിലെ വായിച്ചോണ്ടിരിക്കുന്നത് പെട്ടെന്ന് റിലാക്സ് ആവുന്നു. പ്രേക്ഷകർക്കും അത് തന്നെയാവും. അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്തരം വീഡിയോകൾ കൂടുതൽ ആളുകൾ കാണുന്നത്. മറ്റു ജീവിതത്തിന്റെ ടെൻഷനുകളിലും മറ്റെല്ലാം നിൽക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് കാണുമ്പോഴുണ്ടാകുന്ന ഒരു റിലാക്സ്, അവർക്കൊരു ജീവിതത്തിൽ ഒരു സന്തോഷം. എന്തായാലും ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തൊട്ടു. ക്രിസ്തുവിന് മുമ്പ് 3-ാം നൂറ്റാണ്ടിൽ മൗര്യ കാലഘട്ടത്തിലെ ആണ് ഇവയെന്നാണ് സൂചന. സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തകനും കർഷകനും ചരിത്രകാരനുമായ വയനാട് കൃഷ്ണഗിരിയിലെ എബ്രഹാം ബെൻഹറിൻ്റെ കൃഷിയിടത്തിൽ അദ്ദേഹം കേടുപറ്റാതെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന മുനിയറയുള്ള വിശേഷങ്ങളാണ് ഇനി. വയനാട്ടിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി രതീഷ് വാസുദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സോഷ്യലിസ്റ്റ് പ്രവർത്തകനും കർഷകനും ചരിത്രകാരനുമായ അബ്രഹാം ബെൻഹറുടെ കൃഷിയിടം കാർഷിക സമ്പന്നത കൊണ്ട് മാത്രമല്ല ശ്രദ്ധേയമാകുന്നത്. ആ മണ്ണിൽ പലയിടത്തായി ചിതറിക്കിടക്കുന്ന മുനിയറകൾ എന്ന് വിളിക്കുന്ന പൗരാണിക ശവക്കല്ലറകളുടെ സാന്നിധ്യം കൊണ്ടാണ്. അമ്പുകുത്തിമലയ്ക്കും പാതിരിപ്പാറയ്ക്കും ഇടയിലുള്ള 1200 ഏക്കർ കൃഷിഭൂമിയിൽ 200-ലധികം മുനിയറകൾ ബ്രിട്ടീഷ് കാലത്തു തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. കൃഷ്ണഗിരി റാട്ടക്കുണ്ടിലെ അബ്രഹാം ബെൻഹറിന്റെ കാപ്പിത്തോട്ടത്തിലുള്ളവ BC 3-ാം നൂറ്റാണ്ടിലേതാണെന്ന് പ്രമുഖ ചരിത്രകാരന്മാർ സ്ഥിരീകരിച്ചതാണ്. ഈ കല്ലറയുടെ
സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈസ്റ്റ് വെസ്റ്റ് ഓറിയൻറ്റേഷനാണ്, കിഴക്ക് പടിഞ്ഞാറാണ്. അത് മാത്രമല്ല കിഴക്ക് ഭാഗത്തെ ശിലാപാളിയിൽ 1.5 അടി വ്യാസത്തിലുള്ളൊരു വൃത്തവുമുണ്ട്. അത് ഇതിൻ്റെ ഒരു ആചാരപരമായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. ശവം അടക്കിയാൽ ആ ശവത്തിന് ഒരു 3 ദിവസത്തെ തൈലലേപനത്തിന് വേണ്ടിയിട്ട് പ്രവേശിക്കുന്നതിനുള്ള ദ്വാരമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. ഇതിൻ്റെ പേര് പോർട്ട് ഹോൾ എന്നാണ് പറയുക. അപ്പം അത് അടയ്ക്കുന്നതായിട്ടുള്ള കല്ലാണിത്. ശവം അടക്കിയ 2-ാം ദിവസം 3-ാം ദിവസം ഇതിൻ്റെ മൃതശരീരം തൈലലേപനം ചെയ്യും. അതൊരു ചെറിയ കലശം പോലുള്ളതാണ്. ആ കലശങ്ങൾ ഇതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. ക്രിസ്തുവിന് മുൻപ് 3-ാം നൂറ്റാണ്ടിൽ മൗര്യ രാജവംശ കാലഘട്ടത്തിലാണ് ഇസ്രയേൽ വംശജരെന്ന് സൂചനകളുള്ള ഒരു ജനത കർണാടകയിലെ കൃഷ്ണനദിയുടെ കരയിലും പാർശ്വപ്രദേശങ്ങളിലും എത്തിപ്പെട്ട് ജീവിച്ചിരുന്നുവെന്നും തുടർന്ന് വയനാട്ടിലേക്കും നീലഗിരിയിലേക്കും എത്തിപ്പെട്ടുവെന്നും കണക്കാക്കപ്പെടുന്നത്. ഈ കല്ലറകൾ കിഴക്ക് പടിഞ്ഞാറാണ് എന്നുള്ളത് കൊണ്ടും കിഴക്ക് പടിഞ്ഞാറ് ശവമടക്കുന്നതായിട്ടുള്ള ലോകത്തിലെ 2 ജനസമൂഹം, ഒന്ന് ക്രിസ്ത്യാനികളും മറ്റൊന്ന് ജൂതന്മാരുമാണ്. ഇത് BC 300 എന്നുള്ള ഈ കല്ലറ BC 300 കാലഘട്ടത്തിലേതാണെന്നുള്ളത് കാർബൺ ഡേറ്റിംഗ് നടത്തിയത് കൊണ്ട് BC 300 കാലഘട്ടത്തിലായതുകൊണ്ട് ഇസ്രായേലിൽ നിന്നിട്ടുള്ളൊരു ജനസമൂഹം ഇവിടെ വരികയും അതായത് ഈ ബത്തേരി ഭാഗങ്ങളിൽ സെറ്റിലാവുകയും ഏകദേശം 2-3 നൂറ്റാണ്ട് കാലത്തോളം വലിയൊരു ജനസമൂഹം ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ എടക്കൽ മലയടിവാരത്തിലും അമ്പലവയലിലും കൃഷ്ണഗിരി ഭാഗങ്ങളിലെല്ലാം കാണപ്പെടുന്ന നൂറ്റുകണക്കിനുള്ള കല്ലറകൾ. 2000 വർഷങ്ങൾക്ക് മുൻപ് സജീവമായ സാംസ്കാരിക പരിസരമുള്ള ഒരു ജനത വയനാടൻ പ്രദേശങ്ങളിൽ പാർപ്പുറപ്പിച്ചുവെന്നതിൻ്റെ ശക്തമായ തെളിവായി മുനിയറകളെ കാണാം. അതുകൊണ്ട് തന്നെ വയനാടൻ പ്രദേശങ്ങളിലെ പ്രാചീന ചരിത്രശേഷിപ്പുകളെ സംബന്ധിച്ച് പുതിയ വിവരങ്ങൾ കണ്ടെത്താൻ വേണ്ടത്ര പഠനം ഇനിയും ആവശ്യമാണ്. രതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്.